മനുഷ്യാവകാശ പ്രവർത്തകയും സമാധാന നോബൽ ജേതാവുമായ ഇറാനിയൻ മാധ്യമ പ്രവർത്തക നർഗീസ് മുഹമ്മദി അറസ്റ്റിൽ. ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മനുഷ്യാവകാശ പ്രവർത്തകനും അഭിഭാഷകനുമായ ഗോർസോ അലി കോർദിയുടെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് സുരക്ഷാസേന നർഗീസിനെയും നിരവധി അനുയായികളെയും അറസ്റ്റ് ചെയ്തത്. 2021 നവംബർ മുതൽ ജയിലിലായിരുന്ന നർഗീസിനെ 2024 ഡിസംബറിലാണ് ജാമ്യം അനുവദിച്ചത്. വധശിക്ഷ നിർത്തലാക്കണം, സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമാക്കിയത് പിൻവലിക്കണം എന്നീ ആവശ്യങ്ങളുയർത്തി നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളെ തുടർന്നായിരുന്നു നർഗീസിനെ ഭരണകൂടം ജയിലിലടച്ചത്. ജയിലിനുള്ളിൽ വെച്ച് ശാരീരികമായും മാനസികമായും ക്രൂരമായ പീഡനങ്ങളാണ് നേരിട്ടതെന്ന് നർഗീസ് പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. ജയിലറയ്ക്കുള്ളിൽ താനടക്കമുള്ള സ്ത്രീകൾക്ക് നേരെ ലൈംഗികാതിക്രമം വരെ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നുവെന്നും നർഗീസ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു. ജയിലിൽ വെച്ച് നിരവധി തവണ ആരോഗ്യനില മോശമായെങ്കിലും ഇവർക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ ഭരണകൂടം തയ്യാറായില്ല. പിന്നീട് നില അതീവ ഗുരുതരമായതിനെ തുടർന്നാണ് ഇവർക്ക് ജാമ്യം അനുവദിച്ചത്. അഭിഭാഷകൻ ഗോർസോ അലി കോർദിയുടെ മരണത്തിൽ ഇറാനിലെ മനുഷ്യാവകാശ പ്രവർത്തകരെല്ലാം ആശങ്ക ഉന്നയിക്കുന്നുണ്ട്. ഭരണകൂടത്തിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന സംശയമാണ് ഇവർ ഉയർത്തുന്നത്. രാജ്യത്തെ വിമത ശബ്ദങ്ങൾക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കുമെതിരെ കഠിനമായ നടപടികളാണ് ഭരണകേന്ദ്രങ്ങൾ സ്വീകരിക്കുന്നതെന്നാണ് നർഗീസ് അടക്കമുള്ള പ്രവർത്തകർ പറയുന്നത്. നർഗീസ് മുഹമ്മദിയെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്നോ എവിടേക്കാണോ കൊണ്ടുപോയതെന്നോ അറിയിച്ചിട്ടില്ലെന്നാണ് കുടുംബാംഗങ്ങളുടെ പ്രതികരണം. ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളടക്കം നേരിടുന്ന നർഗീസിനെ വീണ്ടും ജയിലിലടച്ചാൽ അത് അവരുടെ മരണത്തിലേക്ക് വരെ നയിച്ചേക്കാമെന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. വളരെ അക്രമാസക്തമായ രീതിയിലാണ് അനുസ്മരണ ചടങ്ങിനിടയിൽ നിന്നും നർഗീസിനെ അറസ്റ്റ് ചെയ്തതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു.